ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേസ്ലെറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ്, പക്ഷേ അതിന് ഡിസൈൻ വേറെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 4mm ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഗോൾഡൻ ബോൾസ്, പിന്നെ ബാക്ക് ചെയിന്, ഹുക്ക്, പിന്നെ ഗയർ വയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഹുക്ക് കുടുക്കി വെച്ച് കട്ട് ചെയ്ത് വെച്ച ബാക്ക് ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഗയർ വയർ എടുത്തത് ഒരു 40 സെൻറ്റിമീറ്റർ നീളമാണ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ബ്രേസ്ലെറ്റിന് ഈ ഒരു വലുപ്പം മതിയാവും കേട്ടോ. ഇനി ഞാൻ ഫസ്റ്റ് നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു 2 വയറും കൂടെ കൂട്ടി ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് എന്താക്കണം, ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഗോൾഡൻ ബോൾസ് ഇട്ട് താഴോട്ട് വലിച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഓരോ വയറിൽ വീതം ഓരോ വൈറ്റ് പേൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വൈറ്റ് പേൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേൾസൊക്കെ യൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഓൾറെഡി 4mm വൈറ്റ് പേൾ വാങ്ങി വെച്ചുകൊണ്ടാണ് വൈറ്റ് പേൾ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഗോൾഡൻ ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ ഓപ്പോസിറ്റായിട്ട് മറ്റേ വയറിട്ട് വലിച്ചു കൊടുക്കുക. നമുക്കൊരു ഷേപ്പ് ഒന്ന് ശരിയാക്കി എടുക്കണം. ഫസ്റ്റിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കുക. ഈ ഒരു ഗോൾഡൻ ബോൾസ് എന്താവണം, സെൻറ്ററിൽ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ ഗയർ വയറിലും ഓരോ പേൾസ് വീതിട്ട് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും ഒരു ഗോൾഡൻ ബോൾ, അത് മറ്റേ ഗയർ വയർ ഓപ്പോസിറ്റായിട്ട് വലിക്കുക. ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇതുപോലെ വീണ്ടും ചെയ്യുക. ഒരു പേള് ഒന്നിലിട്ട് മറ്റേ പേള് മറ്റേ ഗയർ വയറിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഗോൾഡൻ ബോൾ വെച്ചിട്ട് ഓപ്പോസിറ്റായിട്ട് വലിച്ചെടുക്കുക. ഇത് തന്നെ കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത് കുറച്ചും കൂടെ ഒരു തിന്നായിട്ടാട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ് കുറച്ചും കൂടെ അടുത്ത് കാണിക്കും. ഇതൊന്നും കൂടെ ചെറുതാട്ടോ, ഒന്നും കൂടെ മെലിഞ്ഞിട്ട് തിന്നായിട്ട് വരുന്നൊരു ബ്രേസ്ലെറ്റ് ആട്ടോ. കണ്ട വലിച്ചപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ടത്ര ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ മുത്തൊക്കെ ഇട്ട് ഡെക്കറേഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ അവസാനത്തെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. രണ്ടിലും ഓരോന്ന് വീതം ഇട്ടിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് അവസാനത്തെ ഗോൾഡൻ ബോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്കത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക, എന്നാലേ അത് അങ്ങ് ചേർന്ന് നിൽക്കുള്ളൂ. ഇനി നമുക്ക് ബാക്ക് ചെയിനും കൂടെ ഇട്ടിട്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ നന്നായിട്ട് ടൈ ചെയ്ത് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അവിടെ ചെറിയ ഒരു ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അവിടെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അറ്റഭാഗം എന്ത് ചെയ്യുക, ബാക്കിയുള്ള ബീഡ്സിൻ്റെ ഉള്ളിലോട്ടേക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇത് നമുക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല, കാരണം നമ്മൾ അവസാനം കെട്ടിയതല്ലേ. ഇനി ബാക്കിയുള്ള ഗയർ വയറൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ഈസിയാണ്. നമുക്കിനി വേണമെങ്കിൽ ഞാൻ ആദ്യത്തെ ബ്രേസ്ലെറ്റിലൊക്കെ കാണിക്കുന്നത് പോലെ അറ്റത്ത് ഒരു പേളൊക്കെ ഇട്ട് വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയാവും. ഓക്കെ, ഇത്ര പണിയുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.